ഒരു കാര്യം നിസ്സംശയം പറയാം, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP-യുടെ അടിവേര് UDF മാന്തിയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ്. സന്ദീപ് വാര്യർ ചീള് കേസാണ്. ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപ് വരും. മനസ്സിലായല്ലോ? ഇത് മുഴുവൻ ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവര് വഞ്ചിച്ചിരിക്കുന്നത് ബലിദാനികളെയാണ്. ഇതിന്റെ ഉത്തരവാദിത്തം, ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം K. സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ രാജിവെക്കാതെ, സുരേന്ദ്രൻ പുറത്തു പോകാതെ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അയാളെ രാജിവെക്കേണ്ടെന്ന്. എന്താ സംശയം? പാൽ സൊസൈറ്റിയിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, പഞ്ചായത്തിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, പാർലമെന്റ് ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, നിയമസഭ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ BJP എന്ന് എഴുതിക്കൊടുത്ത ഈ BJP-യുടെ നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന്റെ ഉത്തരവാദികൾ. K. സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജി വന്ന് അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാതെ ആ പാർട്ടിക്ക് ഞാൻ ഒരിക്കലും പറയില്ല. UDF-ന്റെ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പോടുകൂടി പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയുടെ ഭരണം കൂടി അതിന് നഷ്ടപ്പെടാൻ പോകും. ഞാൻ നിസ്സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. സാധാരണ പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക നേതാവ് മാത്രമാണ് ഞാൻ. സുരേന്ദ്രൻ ബഹിരാകാശത്തുള്ള നേതാവാണ്. സ്ഥാനാർത്ഥി എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയാണ്. BJP-യുടെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി നിർണയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മറുവശത്ത് രാഹുൽ മാങ്കുട്ടത്തലിനെ പോലെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പോരാട്ടത്തിന്റെ മുഖമായി മാറിയ ഒരു യുവാവിനെ അവതരിപ്പിക്കാൻ സാധിച്ചത് തന്നെയാണ് UDF-ന്റെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. മറുവശത്ത് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ, ദല്ലാൾ രാഷ്ട്രീയത്തിന്റെ ഇടനിലക്കാരനായ C. കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ചത് തന്നെയാണ് BJP-യുടെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇവിടെ CPM BJP ബാന്ധവത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ CPM ആണ് BJP-ക്ക് വേണ്ടി കൊട്ടേഷൻ മണി എടുത്തത്. CPM ആണ് BJP പോലും പറയാനറയ്ക്കുന്ന തരത്തിൽ വർഗീയമായിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള പ്രചരണം അഴിച്ചുവിട്ടത്. എനിക്ക് നേരെ, ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് നേരെ 2 പത്രങ്ങളിൽ പരസ്യം കൊടുത്ത്, വർഗീയ പരസ്യം കൊടുത്തതിന് ഈ പാലക്കാട്ടെ ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയാണ്. എന്താ പറഞ്ഞിരുന്നത്? UDF ജയിക്കുമ്പോൾ മുസ്ലിം കൺസോൾട്ടേഷൻ ആവുന്നത്. എന്നിട്ട് പെണ്ണി നോക്കിയപ്പോഴോ ഹിന്ദു മേഖലകളടക്കം UDF-നല്ല ലീഡ് വന്നത്, BJP-യുടെ മേഖലയിൽ. ഇതാണ് ഇന്ത്യയുടെ വിജയം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും, പാലക്കാട്ടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ചെയ്ത വോട്ടാണ്, മതേതരത്വത്തിന് വേണ്ടി ചെയ്ത വോട്ടാണ്. ഇവിടെ ബലിദാനികളെ വഞ്ചിച്ചത് സുരേന്ദ്രനും കൃഷ്ണകുമാറുമാണ്. ഇനിയെങ്കിലും മറുപടി പറയണം. ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഉയർത്തിയുള്ള ചോദ്യമുണ്ട്. ശ്രീനിവാസൻ വധക്കേസിലെ UAPA ചുമത്തിയ കേസിലെ 17 പ്രതികൾക്ക് എങ്ങനെ ജാമ്യം കിട്ടി എന്ന് സംബന്ധിച്ച് മറുപടി പറയേണ്ടത്, ആ ബലിദാനികളോട് മറുപടി പറയേണ്ടത്, അവരോട് മാപ്പ് പറയേണ്ടത് സുരേന്ദ്രനും കൃഷ്ണകുമാറുമാണ്. അതിന് ഉത്തരവാദികൾ. അവര് മാപ്പ് പറയണം, അവര് മറുപടി പറയണം. അവർ മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല കാര്യത്തിൽ. പകരം എന്നെ ആക്ഷേപിക്കുക, എന്റെ കുടുംബത്തെ ആക്ഷേപിക്കുക, എന്റെ ഭാര്യയെ വരെ ബോഡി ഷേമിംഗ് ചെയ്യുക. ആ രീതിയിൽ എന്റെ 84 വയസ്സുള്ള അച്ഛനെ വരെ സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിച്ചിട്ടുള്ള സുരേന്ദ്രനും സംഘവും രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. ഒരല്പം നാണമുണ്ടെങ്കിൽ, ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ